കൊല്ലം ചടയമംഗലത്തുള്ള ജടായുപ്പാറയിലേക്കാണ് ഇന്നത്തെ യാത്ര. ജടായു, രാമായണത്തിലെ പക്ഷിശ്രേഷ്ഠൻ. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നി സീതയെ ലങ്കാധിപനായ രാവണൻ അപഹരിച്ചു പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം ലങ്കയിലേക്ക് പറന്നു. സീത തന്നെ രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു. ആ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജടായു രാവണനെ ആകാശത്ത് വെച്ച് തടഞ്ഞു. തൻ്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു. ശക്തനായ ജടായുവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല. ഒടുവിൽ തൻ്റെ ചന്ദ്രഹാസം എന്ന അത്ഭുത വാളുകൊണ്ട് രാവണൻ ജടായുവിൻ്റെ ഒരു ചിറക് അരിഞ്ഞു. ചിറകറ്റ ജടായു താഴേക്ക് വന്നു വീണത് ഈ പാറമുകളിൽ ആയിരുന്നു എന്നാണ് ഐതിഹ്യം. ശ്രീരാമചന്ദ്രനെ വിവരം ധരിപ്പിക്കുന്നത് വരെ ജീവിച്ചിരിക്കുകയെന്നൊരു വരം കൂടി സീത ജടായുവിന് നൽകിയിരുന്നു. മൃതപ്രായനായ ജടായുവിന് ഈ പാറ ദാഹജലം നൽകി. സീതയെ തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർ ഒടുവിൽ ഇവിടെ എത്തി. ജടായുവിൽ നിന്ന് സീതാപഹരണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞു. ഒരു പക്ഷി ആയിരുന്നിട്ടുകൂടി സ്ത്രീ സംരക്ഷണം തന്റെ ധർമ്മമായി ഏറ്റെടുത്ത ത്യാഗിയും ധീരനുമായ ജടായുവിന് ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകി. ജടായു അന്ന് ദാഹം തീർത്ത ചെറിയ കുളം പിന്നീട് ഒരിക്കലും വറ്റിയിട്ടില്ല. ശ്രീരാമചന്ദ്രന്റെ പാദമുദ്രയും വറ്റാത്ത കുളവും ഇവിടെയുള്ള ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. ജടായുപ്പാറയുടെ മുകളിലേക്ക് രണ്ട് മാർഗത്തിൽ നമുക്ക് എത്തിച്ചേരാം. ഒന്ന്, നടന്നു കയറാം. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് കേബിൾ കാർ ഉപയോഗിക്കാം. ഞങ്ങൾ കേബിൾ കാറാണ് ഉപയോഗിച്ചത്. രസകരമായ ഒരു യാത്രയായിരുന്നു. ആ പാറയുടെ മുകളിലേക്ക് അടിവാരത്ത് നിന്ന് കേബിൾ കാർ ഞങ്ങളെയും വലിച്ച് പതുക്കെ കയറാൻ തുടങ്ങി. ഞങ്ങൾ മുകളിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന മറ്റു യാത്രക്കാരെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആകാശം കണ്ട് പാറയുടെ മുകളിലൂടെ, പച്ചപ്പ് പിടിച്ച കാടിന് മുകളിലൂടെ പതുക്കെ ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. കേബിൾ കാറിൽ തൂങ്ങിയാടി ഒരു പ്രത്യേക യാത്രയായിരുന്നു അത്. ആകാശത്തു നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ കണ്ട്, ചുറ്റോട് ചുറ്റുമുള്ള മലനിരകൾ കണ്ട്, പാറക്കൂട്ടങ്ങൾ കണ്ട് പതുക്കെ കേബിൾ കാറിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അങ്ങകലെ പാറപ്പുറത്ത് ജടായുവിൻ്റെ രൂപം അവ്യക്തമായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പതുക്കെ പതുക്കെ അങ്ങോട്ടടുത്തുകൊണ്ടിരുന്നു. കാഴ്ചകൾ വ്യക്തമായി വന്നു. ഞങ്ങൾ മുകളിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ കേബിൾ കാറിൽ മറ്റു യാത്രക്കാർ താഴേക്ക് വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ആ കേബിളിൽ തൂങ്ങിയാടി വരുന്ന ആ കാഴ്ച അല്പം ഭീതി നിറച്ചിരുന്നു. പതുക്കെ പതുക്കെ ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പല നിറത്തിലുള്ള കേബിൾ കാറുകൾ ആടിയുലഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ ആ യാത്ര അല്പം ഭയം ജനിപ്പിച്ചിരുന്നു. കാരണം ഈ വള്ളിയിലാണ് ഇത്രയും ആൾക്കാർ. ഞങ്ങളിൽ ചിലർക്കൊക്കെ അത് ചെറിയ തോതിൽ ഭയവും ഉണ്ടാക്കിയിരുന്നു. കേബിൾ കാറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. ഇവിടെ ഒരു ഹെലികോപ്റ്റർ സർവീസും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ജടായുപ്പാറയുടെ സൗന്ദര്യം മുഴുവൻ ആകാശത്തു നിന്ന് ആസ്വദിക്കാനുള്ള മാർഗവുമായിരുന്നു അത്. പതുക്കെ പതുക്കെ കേബിൾ കാർ മുന്നോട്ട് നീങ്ങി. ട്രെയിൻ പോകുമ്പോൾ മറ്റൊരു ട്രെയിൻ പിടിച്ചിടുന്നത് പോലെ പതുക്കെ ഞങ്ങളുടെ കേബിൾ കാർ പിടിച്ചിട്ടിരുന്നു. പിന്നെയും പതുക്കെ മുകളിലേക്ക്. ഒത്തിരി സമയമെടുത്തു ആ കേബിൾ കാർ മുകളിലെത്താൻ. കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ പതുക്കെ പതുക്കെ മുകളിലേക്ക് നീങ്ങി. ജടായു പാറയോട് അടുക്കുംതോറും ജടായുവിൻ്റെ ചിറകരിഞ്ഞ ശില്പം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആകാശത്തെ തൊട്ടുരുമ്മി ആ ഭീമൻ പക്ഷി, ഭീമാകരനായ ജടായു എന്ന് പറയുന്ന ആ പക്ഷി ശ്രേഷ്ഠൻ, അതിൻ്റെ രൂപം ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു. കേബിൾ കാർ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുളമുണ്ട്. ഒരിക്കലും വറ്റാത്ത കുളമാണെന്നാണ് പറയുന്നത്. ജടായുവിന് ജലം നൽകിയ കുളമാണത്. അങ്ങനെ ഞങ്ങളുടെ കേബിൾ കാർ ജടായുപ്പാറയുടെ മുകളിലെത്തി. കേബിൾ കാറിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഞങ്ങൾ പതുക്കെ പുറത്തേക്കിറങ്ങി. ഇവിടെ നിന്ന് നോക്കിയാൽ
ജഡായുപ്പാറയുടെ ചുറ്റോടു ചുറ്റും വ്യക്തമായി കാണാൻ സാധിക്കും. ദൂരക്കാഴ്ചയിൽ കേബിൾ കാർ വരുന്ന വഴിയോട് ചേർന്ന് നടവഴിയിലൂടെ ഒത്തിരി പേർ ഈ മലമുകളിലേക്ക് നടന്നു വരുന്നതും കാണാം. അതോടൊപ്പം തന്നെ ജഡായുപ്പാറയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം മറ്റു യാത്രക്കാർ വളരെ പതിയെ കേബിൾ കാറിൽ താഴേക്ക് തിരിച്ചിറങ്ങുന്നതും കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ജഡായുപ്പാറയുടെ കാഴ്ചകളിലേക്ക് പോകാം. ജഡായുപ്പാറയുടെ മുകളിൽ ജഡായുവിൻ്റെ രൂപം, ചിറകരിഞ്ഞ് വീഴ്ത്തിയ ജഡായുവിൻ്റെ രൂപം വളരെ വ്യക്തമായി കാണാം. ജഡായുവിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കൊല്ലം ചടയമംഗലത്ത് ഈ മലമുകളിൽ ഈ പാറപ്പുറത്ത് ജഡായുപ്പാറ, സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടു പോകുന്ന സമയത്ത് തടയുകയും രാവണനാൽ ചിറകരിയപ്പെടുകയും ചെയ്ത ജഡായു ആ സ്നേഹത്തിനു മുമ്പിൽ നമിക്കുന്നു. ചടയമംഗലത്ത് ഈ കുന്നിൻപുറത്ത്, ഈ പാറപ്പുറത്ത് ജഡായുവിൻ്റെ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട ചിറകിൻ്റെ ഓർമ്മയ്ക്ക് ഈ പാറയുടെ ഉള്ളിൽ ഒരു അടിപൊളി മ്യൂസിയം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡായുപ്പാറയിൽ ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റൊരു സ്ഥലമുണ്ട്. അതിപ്പോൾ ഒരു അമ്പലമാണ്. അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതിനാണല്ലോ മിനി തടയുക. അത് ഇടരുതെന്ന് പറയില്ലേ? മറ്റുള്ളവരെ എനിക്കറിയില്ല. അവിടെയൊക്കെ കുളം ഉണ്ടല്ലോ മിനി.
എല്ലാവരും കൂടെ ഒന്നിക്കിട്ടാണ്.